بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا طيبا. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. أما بعد، فسجود السهو സുജൂദ് സഹവിൻ്റെ അഹ്കാമുകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. സുജൂദ് സഹവ്, അതിൻ്റെ മക്കാൻ, അതിൻ്റെ സ്ഥാനം ചില സന്ദർഭങ്ങളിൽ സലാം വീട്ടുന്നതിന് മുൻപും മറ്റ് ചിലപ്പോൾ സലാം വീട്ടിയതിന് ശേഷവുമാണ്. ഏതൊക്കെ സന്ദർഭത്തിലാണ് സലാം വീട്ടുന്നതിന് മുമ്പ്, ഏതൊക്കെ സന്ദർഭത്തിലാണ് സലാം വീട്ടിയതിന് ശേഷം, എന്നിട്ട് വീണ്ടും സലാം വീട്ടുക എന്നത് നമ്മൾ പറഞ്ഞു. എന്നാൽ ഒരാൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ, സലാം വീട്ടുന്നതിന് മുൻപ് 2 സുജൂദ് ചെയ്തു, സലാം വീട്ടിയതിന് ശേഷമായിരുന്നു ആ സന്ദർഭത്തിൽ ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ നേരെ തിരിച്ചു സംഭവിച്ചു, ലാ ബഅസ്, കുഴപ്പമില്ല. ഈ പറഞ്ഞത് അഫ്ദലിയത്തിനെ കുറിച്ചാണ്. പക്ഷെ അതാദ്യം തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ തീരെ ആ വിഷയം അവഗണിച്ചു കളയും. അപ്പൊ അത് അവസാനം പറയലാണ് നല്ലത്. അല്ലാഹു അലം. സുജൂദ് സഹ്വിൽ എന്താണ് ഈ 2 സുജൂദുകളിൽ ചൊല്ലേണ്ടത്? പ്രത്യേകമായി എന്തെങ്കിലും ആ സുജൂദിൽ, സഹ്വിന്റെ സുജൂദിൽ പ്രത്യേകമായി ഇന്നത് ചൊല്ലണം എന്നത് സഹീഹായ ഹദീസുകളിൽ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ആ 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും അങ്ങനെ തന്നെ. അപ്പോൾ അത് നേരത്തെ ഉള്ള അമൂമായ തെളിവുകളിലേക്ക് മടങ്ങും. അമൂമായ ആമായ തെളിവുകൾ എന്താണ്? സാധാരണ സുജൂദിൽ എന്ത് ചൊല്ലണം അത് തന്നെ, സാധാരണ ഇടയിലെ ഇരുത്തത്തിൽ എന്തു ചൊല്ലണം അത് തന്നെ, അതിലേതും ചൊല്ലാവുന്നതാണ്. സുബ്ഹാന യനാമു വലാ യസ്ഹ, ഔ സുബ്ഹാന മല്ലാ യസ്ഹ വലാ യനാം എന്ന് ആമ്മത്തിനിടയിൽ, പൊതുജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള ഒരു ദിക്റുണ്ട്. പക്ഷെ അത് സഹീഹായ സനദിലൂടെ സ്ഥിരപ്പെട്ടതല്ല. അതുകൊണ്ട് നമ്മളത് ചൊല്ലരുത്. മറിച്ച് സാധാരണ സുജൂദിൽ ചൊല്ലുന്ന ഏത് ദിക്റും ചൊല്ലാം, സാധാരണ ഇടയിലിരുത്തത്തിൽ ചൊല്ലുന്നത് ഏതും ആ 2 സുജൂദുകൾക്കിടയിൽ ചൊല്ലാം. ഇതാണ് സഹ്വിന്റെ സുജൂദ്. ഒരു ഇമാം മറന്നു വല്ലതും, മഅ്മൂമുകൾ ആ മറവിയിൽ ഇമാമിനെ പിൻപറ്റിയിട്ടില്ല, മഅ്മൂമുകൾ മറന്നിട്ടില്ല, എങ്കിലും ഇമാം സുജൂദ് ചെയ്താൽ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിന്റെ ഉമൂം അനുസരിച്ച് എന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്? ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി ഫഇദാ റകഅ ഫർകഉ വഇദാ സജദ ഫസ്ജുദു. ഇമാം പിൻപറ്റാനാണ് ഇമാം. അതുകൊണ്ട് ഇമാം റുക്കൂഅ് ചെയ്താൽ നിങ്ങൾ റുക്കൂഅ് ചെയ്യുക, ഇമാം സുജൂദ് ചെയ്താൽ നിങ്ങൾ സുജൂദ് ചെയ്യുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമൂം ഖൗൽ, ആമായ ഖൗൽ ഇവിടെ ബാധകമാകും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. ഇത്രയുമാണ് സുജൂദ് സഹ്വിനെ കുറിച്ച് നമുക്ക് ചുരുക്കി പറയാനുള്ളത്. ഇനി മറ്റൊരു സുജൂദാണ് സുജൂദ് തിലാവ, തിലാവത്തിന്റെ സുജൂദ്. ഖുർആൻ ഓതിയാൽ, പരിശുദ്ധ ഖുർആനിൽ സുജൂദ് ചെയ്യേണ്ടുന്ന ചില ആയത്തുകളുണ്ട്, ചില സന്ദർഭങ്ങളുണ്ട്. ആ സമയത്ത് സുജൂദ് ചെയ്യുക എന്നതാണ് തിലാവത്തിന്റെ സുജൂദ്. തിലാവത്തിന്റെ സുജൂദ് അത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ഇസ്രായിൽ, ഖുൽ ആമിനു ബിഹി ഔ ലാ തുഅ്മിനു ഇന്നൽ ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുസ്ലാ അലൈഹിം അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദ, അവർ അവരുടെ ദിഖ്നുകളിൽ, ദിഖ്ന് പറഞ്ഞ താടി എന്നാണ്,
അത് ഇവിടെ ഉദ്ദേശം എന്താണ്? മുഖങ്ങളിൽ സുജൂദിലായിക്കൊണ്ടവർ വീഴുന്നതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാലത്ത് ഇൽമു കിട്ടിയിട്ടുള്ള ദീൻ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അവരെന്ത് ചെയ്യും? അവർ പിന്നീട് അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ലാ അലൈഹിം യഖറൂന ലിൽഅദ്ഖാനി സുജ്ജദാ വയഖൂലൂന അവർ പറയും സുബ്ഹാന റബ്ബിനാ ഇൻ കാന വഅദു റബ്ബിനാ ലമഫഊല. അവർ ദുആ ചെയ്യും സുബ്ഹാന റബ്ബിനാ ഇൻ കാന വഅദു റബ്ബിനാ ലമഫഊല. ഞങ്ങളുടെ റബ്ബ് അവൻ എത്ര പരിശുദ്ധനാണ്, അവന് തസ്ബീഹ് ചെയ്യും, അവന്റെ വാഗ്ദാനം അത് നടപ്പിലാകുന്നത് തന്നെയാണ്. വയഖറൂന ലിൽഅദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂഅ. കരഞ്ഞുകൊണ്ടവർ സുജൂദ് ചെയ്യും, അവരുടെ മുഖങ്ങൾ നിലത്തുകുത്തും. വയസീദുഹും ഖുശൂഅ, അവർക്കത് ഖുശൂ വർദ്ധിപ്പിക്കും അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുക എന്ന്. ഈ ആയത്തിൽ സൂചനയുണ്ട്. എന്ത്? ഖുർആൻ കേൾക്കുമ്പോൾ സുജൂദ് ചെയ്യുക എന്നത് വേറെയും പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ ഇതിന് തെളിവുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട സുജൂദിന്റെ ആയ സൂറത്തുൻ നജ്മിലെ ആയത്താണ് എന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്, അല്ലാതെ പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ ആദ്യത്തെ സഹവിന്റെ സുജൂദിന്റെ സന്ദർഭം അതല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ തന്നെ ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൻ നജ്ം. വന്നജ്മി ഇദാ ഹവാ മാ ضل صاحبكم وما هوى والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى എന്ന് തുടങ്ങുന്ന സൂറത്തുൻ നജ്ം. അതിൽ അവസാനത്തെ ആയത്ത് എന്താണ്? ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ. അല്ലാഹുവിന് നിങ്ങൾ സുജൂദ് ചെയ്യുക, വഅബ്ദൂ, അവന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സുജൂദ് ചെയ്തു എന്നാണ്. എല്ലാവരും, മുസ്ലിമീങ്ങളും മുശ്രിക്കുകളും ജിന്നുകളും എല്ലാവരും. ഒരു മനുഷ്യൻ മാത്രം ആൾ സുജൂദ് ചെയ്തില്ല. ആൾ ഒരു പിടി മണ്ണ് കയ്യിലെടുത്ത് നെറ്റിയിലേക്ക് വെച്ച് ഇത് മതി എന്ന് പറഞ്ഞു എന്നാണ്. ആൾ പിന്നീട് മുശ്രിക്കായി കൊല്ലപ്പെടുകയുണ്ടായി. ഇത് സൂറത്തുൻ നജ്മില. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഇറക്കിയ റസൂലുള്ളാഹിക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള സുജൂദിന്റെ ആയ. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് സുജൂദ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സഹാബത്ത് സുജൂദ് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ قال أورن برنو كان النبي صلى الله عليه وسلم يقرأ السورة التي فيها السجدة. رسول الله صلى الله عليه وسلم سجدة يولا سورة ودم فيسجد أورن سجود جيم ونسجد نعلم سجود جيم حتى ما يجد أحدنا مكانا لموضع جبهته. ഞങ്ങൾക്ക് ഒരാൾക്ക് നെറ്റി വെക്കാൻ സ്ഥലം ഉണ്ടാകുമായിരുന്നില്ല, എല്ലാവരും കൂടി സുജൂദ് ചെയ്തിട്ട്. ഈ ഹദീസിന്റെ ലാഹിർ, ഇതിൽ ലാഹിറായി മനസ്സിലാക്കാം, ഇത് നിസ്കാരത്തിലല്ല, നിസ്കാരത്തിന് പുറത്താണ്. നിസ്കാരത്തിൽ എല്ലാവർക്കും അവരുടെ ജബഹത്ത് വെക്കാൻ സ്ഥലം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ സ്ഥലമില്ലാത്ത വണ്ണം. അപ്പോ ദാഖിലുസ്സലാ വ ഖാരിജുസ്സലാ, നിസ്കാരത്തിന്റെ ഉള്ളിലായാലും നിസ്കാരത്തിന്റെ പുറത്തായാലും തിലാവത്തിന്റെ സുജൂദ് അത് ഉള്ളതാണ്, അത് മശ്റൂആണ്. ഇത് മാത്രമല്ല, അതിന് ചില ഫضൽ പറയപ്പെട്ടിട്ടുണ്ട്. മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്. എന്താണ്? ഒരാൾ സുജൂദ് ചെയ്താൽ, സഹുവിന്റെ ഈ തിലാവത്തിന്റെ സുജൂദ് ചെയ്താൽ ശൈത്താൻ അവൻ പറയും, അവനെന്താണ് പറയുക? ഇതാ ആദമിന്റെ പുത്രൻ, അവനോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. ശൈത്താൻ പറയുമെന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണ്. മുസ്ലിം റിവായത്ത് ചെയ്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖറഅ ഇബ്നു ആദമ അസ്സജ്ദ, ആദമിന്റെ പുത്രൻ മനുഷ്യൻ മുസ്ലിമായ ഒരാൾ സുജൂദിന്റെ ആയത്ത് ഓതി ഫസജദ, എന്നിട്ട് സുജൂദ് ചെയ്താൽ ഇഅ്തസല ശൈത്താൻ യബ്കി, ശൈത്താൻ കരഞ്ഞുകൊണ്ട് മാറി നിൽക്കും. യഖൂൽ, അവൻ പറയും, യാ വൈലി ഉമിറ ഇബ്നു ആദമ ബിസ്സുജൂദ് ഫസജദ ഫലഹുൽ ജന്ന,
ഇതായി ഈ മനുഷ്യൻ സുജൂദിന് കൽപ്പിക്കപ്പെട്ടു, അവൻ സുജൂദ് ചെയ്തു, അവന് സ്വർഗം. അള്ളാഹു എന്നോടൊരു സുജൂദിന് കൽപ്പിച്ചു, ഞാനത് ചെയ്തില്ല, എനിക്ക് നരകമാണ്. കാരണം രണ്ടും അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അള്ളാഹുവിനുള്ള ഇബാദത്താണ് ഈ സുജൂദ്, ആദമിന് ഉള്ള ഇബാദത്തല്ല. കാരണം അള്ളാഹുവിന്റെ അമ്രാണ്, അള്ളാഹുവിന്റെ അമ്രാണ്. അത് നടപ്പിലാക്കൽ അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആർക്കെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരുവൻ ചെയ്താൽ അത് അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടില്ല. പഴയ കാലത്ത് ഇക്റാമിന്റെ ഒരു സുജൂദ് മശ്റൂ ആയിരുന്നു. ഇക്റാമിന്റെ ഒരു സുജൂദ്, ആദരവിന്റെ ഒരു സുജൂദ് പണ്ട് കാലത്ത് അതുണ്ടായിരുന്നു പഴയ ശരീഅത്തുകളിൽ. അത് അവർക്കുള്ള ഇബാദത്തല്ല, അത് അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. ഏതുപോലെ നമ്മൾ ഹജർ ചുംബിക്കുന്നു, ഹജറിനല്ല ഇബാദത്ത് ചെയ്യുന്നത്, അള്ളാഹനെയാണ്. നമ്മൾ അവന്റെ ബൈത്ത് തവാഫ് ചെയ്യുന്നു, ബൈത്തിനല്ല നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്, അള്ളാഹനെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതുപോലെ ഹജറിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അഅലമു ഇന്നക ഹജറുൻ ലാ തദുറു വലാ തൻഫഅ വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക. എനിക്കറിയാം നീ ഒരു കല്ലാണ്. കൂടെയുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണിത്. എന്തിനാണ് കല്ലിനോട് സംസാരിക്കുന്നത്? കല്ല് കേൾക്കാനല്ല, പിന്നെ കൂടുതൽ ആളുകളെ കേൾപ്പിക്കാനാണ്. എനിക്കറിയാം നീ ഒരു കല്ലാണ്, ലാ തദുറു വലാ തൻഫഅ, നീ ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല. വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക. അല്ലാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കൽ അല്ലാഹുവിനുള്ള ഇബാദത്താണ്. അല്ലാഹു കൽപ്പിച്ചത് ചെയ്യൽ അല്ലാഹുവിനുള്ള ഇബാദത്താണ്. അല്ലാഹു അവന് മുമ്പിൽ മാത്രമാണ് സുജൂദ് ചെയ്യാൻ, അല്ല തലകുനിക്കാൻ. സുജൂദ് മാത്രമല്ല, തലകുനിക്കാനും. ഒരു പടപ്പിന് മുന്നിലും തലകുനിക്കാൻ പാടില്ല. തലകുനിച്ചിട്ടുള്ള ഒരു ആദരവില്ല, പാടില്ലാത്തതാണ്. മുശ്രിക്കുകൾക്കിടയിലുള്ളതാണ് കാലു വീഴുക. അതുപോലെ ചില ആയോധനം, എന്താണ് അതിന് പറയാ, ആയോധന കലകൾ എന്നൊക്കെ പറയുമല്ലോ, അതിലൊക്കെ ഉണ്ട് തലകുനിച്ച് ബഹുമാനിക്കും. ഒരു പ്രത്യേക വച്ചുണ്ടാക്കിയിട്ട് തലകുനിച്ച് ബഹുമാനിക്കാനുള്ള പാടില്ല. അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ തലകുനിക്കാൻ പാടില്ല. റുക്കൂഉം സുജൂദും റബ്ബിനു മുമ്പിൽ മാത്രം, ഒരിക്കലും പാടില്ലാത്തതാണ്. ഇബ്ലീസ് അവനോട് അള്ളാഹു ആദമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത് അത് ഇക്റാമിന്റെ സുജൂദാണ്. ആദമിനുള്ള ഇക്റാമാണത്, അള്ളാഹുവിനുള്ള ഇബാദത്താണത്. അള്ളാഹുവിനുള്ള ഇബാദ, ആദമിനുള്ള ഇക്റാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്ക് വലിയ തെറ്റാണ്, ഏറ്റവും വലിയ തെറ്റാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളോട് ഒരുപാട് തവണ ചോദിച്ചത് ഖുർആനിൽ നമുക്ക് കാണാം. നിങ്ങളുടെ തെളിവെവിടെ? ഇതൂനി ബി കിതാബിൻ, ഒരു കിതാബ് നിങ്ങൾ കൊണ്ടുവാ. നിങ്ങളൊരു അസാറത്തു മിൻ ഇൽം, ഇൽമിന്റെ ഒരു അസാറ നിങ്ങൾ കൊണ്ടുവാ. എന്തിനാണത്? അള്ളാഹു ഇങ്ങനെ ചെയ്യാൻ നിങ്ങളോട് കൽപ്പിച്ചതായിട്ട്. അപ്പൊ ഷിർക്ക് മാരകമായ തെറ്റായത് എന്തുകൊണ്ടുകൂടിയാണ്? അള്ളാഹു അത് കൽപ്പിച്ചിട്ടില്ല, അള്ളാഹു അത് വിലക്കാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ കൽപ്പിച്ചതുപോലെയാണ്, അവൻ പഠിപ്പിച്ചതുപോലെയാണ് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യേണ്ടത്. അള്ളാഹു അവന് മുമ്പിൽ മാത്രം നമ്മോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ പഴയ ശരീഅത്തുകളിലുള്ള സുജൂദുകൾ ഒരിക്കലും ഇബാദത്തിന്റെ, അള്ളാഹു അനുവദിച്ച സുജൂദുകൾ ഇബാദത്തിന്റെ സുജൂദല്ല. അങ്ങനെയല്ല. ഇപ്പോ ചില ആളുകൾ അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ ഇങ്ങനത്തെ തെളിവുകളൊക്കെ കൊണ്ടുവരും. ആദം നബിനെ എന്താണ് സുജൂദ് ചെയ്യാൻ അള്ളാഹു മലക്കുകളോട് പറഞ്ഞില്ലേ? എന്തിനാണ്? ആദം നബി ആദരിക്കാനാണ്. അപ്പൊ മഹാന്മാരെ ആദരിക്കുക എന്നുള്ളത് എന്തല്ല, അത് ശിർക്കല്ല. ഇവൻ ആദരിക്കല്ല, ഇവൻ ആരാധിക്കുകയാണ് ചെയ്യുന്നത്, ഇബാദത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ആദരവെന്ന് പേര് വിളിക്കുക. യാ റസൂലല്ലാഹ് ഖുദ് ബിയദി, അള്ളാഹുവിന്റെ റസൂലെ എന്റെ കൈ പിടിക്കണേ. ഇതൊക്കെ റസൂലുള്ളാഹിനോട് ആദരോ? റസൂലുള്ളാഹിക്കുള്ള ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന ദുആയാണിത്. ഒരിക്കലും പാടില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന കാര്യമാണ്. പഴയകാല മുശ്രിക്കുകൾ ചെയ്ത പ്രവൃത്തിയാണത്. സുജൂദ് അള്ളാഹു സുബ്ഹാനഹു വ തആല പണ്ട് കാലത്ത് അനുവദിച്ചിരുന്നു. അള്ളാഹു അനുവദിച്ചപ്പോൾ അത് അനുവദനീയം. അള്ളാഹു നമുക്ക് ഈ ശരീഅത്തിൽ അത് വിലക്കിയിരിക്കുന്നു, അത് നമുക്ക് ഹറാമാണ്, അത് നമുക്ക് ഹറാമാണ്. ചില ശരീഅത്തുകൾക്ക് അവർക്ക് അനുസരിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില നിയമങ്ങൾ ഉണ്ടാക്കും, സംശയമില്ല. അതാർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്ത് ആലോചിച്ച് നോക്ക്. അവിടെ ആരാണ് അവർ വിവാഹം ചെയ്യുക? വേറെ ആരാളുള്ളത്? മനുഷ്യന്മാരാളുള്ളത്? അവർ പരസ്പരമാണ് വിവാഹം ചെയ്യുക.
ഒരാണും പെണ്ണുണ്ടെങ്കിൽ അവരാണ് പരസ്പരം വിവാഹം ചെയ്യുക. ആ കാലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ശരീഅത്ത് അതാണ്. എന്നതുപോലെ ഓരോ ഉമ്മത്തിനും അവർക്ക് യോജിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിട്ടുണ്ട്. എന്നാൽ എല്ലാത്തിലും ഒരുപോലെയുള്ളതാണ്. എല്ലാ നബിമാരും കൊണ്ടുവന്നതാണ്. എല്ലാവരും ഒരുപോലെ പറഞ്ഞതാണ് അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. അതുപോലെയുള്ള ഇസ്ലാമിന്റെ അടിത്തറകൾ എല്ലാവർക്കും ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ ഞങ്ങൾ നബിമാർ അബ്നാഉ അല്ലാത്തിൻ അബൂനാ വാഹിദ് വദീനുനാ വാഹിദ് അബൂഹും വാഹിദ് വഉമ്മഹാതുഹും മുതഫർരിഖ. ഞങ്ങൾ നബിമാർ ആരാണ്? അബ്നാഉ അല്ലാത്തിൻ. അബ്നാഉ അല്ലാത്ത് എന്നാൽ ഒരു ഉമ്മമാര് വേറെ വേറെ അങ്ങനെയുള്ള മക്കൾക്കാണ്, സഹോദരങ്ങൾക്കാണ് അബ്നാഉ അല്ലാത്ത് എന്ന് പറയും. ദീനുഹും വാഹിദ്, അവരുടെ ദീൻ ഒന്നാണ്, നബിമാരുടെ ദീൻ ഒന്നാണ്. ഉമ്മഹാതുഹും ശത്താ, അവരുടെ ഉമ്മമാര് വേറെ വേറെയാണ് എന്ന് പറഞ്ഞാൽ ശരിയാ ചില വിശദാംശങ്ങളിൽ ഇബാദത്തിന്റെ വിശദാംശങ്ങളെ ഇബാദത്തിന്റെ എല്ലാ രൂപവും ഒരുപോലെയല്ല. എല്ലാ ഉമ്മത്തിന്റെയും നോമ്പ് ഒരുപോലെയല്ല. പഴയകാലത്ത് മിണ്ടാതിരിക്കുന്ന നോമ്പുണ്ടായിരുന്നു, ഇക്കാലത്ത് അതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിങ്ങൾ കേട്ടിട്ടില്ല, ഒരാൾ വെയിലത്ത് നിൽക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അയാൾ വെയിലത്ത് നിൽക്കുന്നത്? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, അയാൾ നേർച്ചയാക്കിയിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്. എന്താണ് അയാളുടെ നോമ്പ്? ഒന്ന്, അയാൾ ഇരിക്കൂല. 2, തണല് കൊള്ളൂല, വെയിലത്ത് നിൽക്കും. 3, സംസാരിക്കുകയില്ല. 4, നോമ്പ്, ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, ആ നോമ്പ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളോട് പറയും തണലത്ത് വരാൻ, ഇരിക്കാൻ, സംസാരിക്കാൻ, നോമ്പ് പൂർത്തിയാക്കാൻ. നോമ്പുള്ളതാണ്, അത് പൂർത്തിയാക്കാൻ. എന്താണ് ഇപ്പൊ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ ആള് ചെയ്തത്? വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ? മതിയോ? ഓരോരുത്തരും തോന്നിയതുപോലെ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ മതിയോ? പോരാ. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഅ്. ചില ആളുകളുടെ ദഅവത്ത് നോക്ക്, അവരെല്ലായിടത്തും ചെന്നിട്ട് പറയും നമ്മളൊക്കെ ആരാധിക്കേണ്ടത് ആരെയാണ്? അള്ളാഹിനെ, എന്നെയും നിങ്ങളെയും പടച്ച അള്ളാഹുവിനെ. എന്നിട്ട് മൊത്തത്തിൽ മൂപ്പര പ്രസംഗം കേട്ടാൽ ആളുകൾക്ക് തോന്നുന്നത് എന്താ? അള്ളാഹിനെ ഇബാദത്ത് ചെയ്താൽ മതി. ഓരോരുത്തർക്കും മനസ്സിലായതുപോലെ. എന്നിട്ട് ഒരുപാട് തെളിവുകൾ, ഇതാ നിങ്ങളുടെ ദീനിലെ ആളുകളും ഇത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ടല്ലേ. ഈ ഉദ്ധരിക്കുന്ന അവരുടെ നേതാക്കന്മാർ ആരാണ്? അള്ളാഹുവിന്റെ ദീനിനോട്, ഇസ്ലാമിനോട്, മുസ്ലിമീങ്ങളോട് കടുത്ത വിരോധമുള്ള ആളുകളാണ് പലരും. അവരുടെ പുസ്തകങ്ങൾ അതിന് സാക്ഷിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചിട്ടുള്ള പല ആളുകൾ. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന സ്വാമി ദയാനന്ദ സരസ്വതി, അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ നബിയല്ല എന്ന് എഴുതിയിട്ട് അവരുടെ ദീനിൽ നമ്മൾ വിഗ്രഹത്തിനെ ആരാധിക്കരുത്, ഒരു ദൈവത്തെയാണ് ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞതിനാ? ഇസ്ലാമിലേക്ക് പോവാതിരിക്കാനാണ്. അവരത് പഠിപ്പിച്ചതിനാണ്, അതിനു വേണ്ടിയിട്ടാണ് പഠിപ്പിച്ചത്. അല്ലാതെ അവരൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്ത് ആണ് ശരിയെന്ന് പറയാനല്ല പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ സംസാരം കേട്ടാൽ പല ആളുകളും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മനസ്സിലായി എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്, ഞങ്ങൾ അള്ളാനെ ആണ് ഇബാദത്ത് ചെയ്യേണ്ടത്, അവർക്ക് തോന്നിയതുപോലെ അള്ളാനെ ഇബാദത്ത് ചെയ്യാം. അങ്ങനെയുണ്ട്. അവൻ കുഫറുകാരനുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവൻ വിശ്വസിക്കണം. ആ റസൂലുള്ള പഠിപ്പിച്ചതുപോലെ അള്ളാനെ ഇബാദത്ത് ചെയ്യണം. ഒരു മനുഷ്യൻ എങ്ങനെ അതല്ലാത്തത് ശരിയാകും? കാരണം അവന്റെ റബ്ബ് അവനിലേക്ക് അയച്ച റസൂലാണിത്. ആ റസൂലിനനുസരിക്കാതെ, ആ റസൂലിൽ വിശ്വസിക്കാതെ എങ്ങനെ അവൻ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യും? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ, ഒരു മലിക്, അദ്ദേഹം പലപ്പോഴും ഇതുപോലുള്ള ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഒരു രാജാവ് തന്റെ പ്രജയുടെ ഒരാളുടെ അടുത്തേക്ക് തന്റെ ഒരു ദൂതനെ പറഞ്ഞേക്കാണ് ഒരു സന്ദേശം കൊണ്ട്. ഈ രാജ്യത്തെ ഇയാളുടെ സാധുവായ ഈ പ്രജ രാജാവ് അയച്ച ദൂതനെ ബഹുമാനിച്ചില്ലെങ്കിൽ, വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ, അയാൾ പറയുന്ന അനുസരിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും രാജാവിന്റെ പ്രതികരണം? ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഒരു പടപ്പിനോടും സാദൃശ്യപ്പെടുത്താവതല്ല. അവന് സൃഷ്ടികളുടേത് പോലെയല്ല ഒരിക്കലും അവൻ. വലഹുൽ മസലുൽ അഅല, അവൻ ഏറ്റവും ഉന്നതമായ ഉദാഹരണങ്ങളാണ് അവനുള്ളത്. റബ്ബ് അയച്ചിട്ടുള്ള റസൂലാണിത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുന്ന് അള്ളാഹിന്റെ റസൂലാണെന്ന് വിശ്വസിക്കാതെ അവനൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. 2 ഷഹാദ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ ثم يموت ولم يؤمن بالذي أرسلت به إلا كان من أصحاب النار. മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. എന്നെക്കുറിച്ച് ആര് കേട്ടാലും, യഹൂദിയാകട്ടെ നസ്രാനിയാകട്ടെ, എന്നിട്ട് എന്നിൽ വിശ്വസിക്കാതവൻ മരിച്ചാൽ ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകത്തിലാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അവിടുന്ന് പഠിപ്പിച്ചതാണ് ദീൻ. അവിടുന്ന് പഠിപ്പിച്ചതുപോലെ അല്ലാതെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ തിലാവത്തിന്റെ സുജൂദിന്റെ മവാദ് സ്ഥലങ്ങൾ 15 15 സ്ഥലത്താണ് ഖുർആനിൽ എന്തുള്ളത്? തിലാവത്തിന്റെ സുജൂദുള്ളത് 15 സ്ഥലങ്ങൾ. ഇതിൽ ഒരു സൂറത്തിൽ മാത്രം 2 ഉണ്ട്. ഏതാണ് സൂറത്ത്? സൂറത്തുൽ ഹജ്ജ്. സൂറത്തുൽ ഹജ്ജിൽ മാത്രം 2. അപ്പൊ ബാക്കി 14 സൂറത്തുകളിൽ ഒന്ന് സൂറത്തുൽ അറാഫിലാണ്. സൂറത്തുൽ അറാഫ്, സൂറത്തുൽ റഅദ്, സൂറത്തുൽ നഹൽ, അൽ ഇസ്റാ, മറിയം. ഹജ്ജിൽ 2. ഫുർഖാൻ, നംൽ, സൂറത്തു സജ്ദ, സൂറത്തു സാദ്, ഫുസ്സിലത്ത്, അന്നജ്ം, അൽ ഇൻഷിഖാഖ്, അൽ അലഖ്. 15 സ്ഥലങ്ങളിലാണ് തിലാവത്തിന്റെ സുജൂദ് ഉള്ളത്. ഒരു സൂറത്തിൽ മാത്രം 2 തവണ, സൂറത്തുൽ ഹജ്ജിൽ മാത്രം. ഈ സുജൂദ് നമ്മൾ പറഞ്ഞു നിസ്കാരത്തിനും അല്ലാത്തപ്പോഴും ഇത് ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഈ സുജൂദിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ നിസ്കാരത്തിൽ എന്ത് ചെയ്യും? തക്ബീർ ചൊല്ലിയിട്ടാണ് പോവുക, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് പോവുക എഴുന്നേൽക്കുമ്പോഴും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആമായ ഖൗലിൽ വന്നിട്ടുണ്ട്. എന്താണ്? ആമായ ഹദീസിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് എല്ലാ ഖഫ്ളിലും റഫ്ഇലും തക്ബീർ ചൊല്ലാറുണ്ട്. ഖഫ്ളിലും റഫ്ഇലും, താഴുമ്പോഴും ഉയരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തിൽ നിസ്കാരത്തിൽ എല്ലാ താഴ്ചയിലും ഉയർച്ചയിലും തക്ബീർ ചൊല്ലും. അതിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ വേറെ ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നിസ്കാരത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലാഹു അക്ബർ എന്ന് പറയുക. എന്നാൽ നിസ്കാരത്തിലല്ലാത്ത സമയത്ത്, സ്വലാത്തിലല്ലാത്ത സമയമാണെങ്കിൽ ഇങ്ങനെ മാത്രമേ ഹദീസിൽ വന്നിട്ടുള്ളൂ. എന്താണ്? താഴേക്ക് പോകുമ്പോൾ, സുജൂദിലേക്ക് പോകുമ്പോൾ മാത്രം തക്ബീർ ചൊല്ലുക. സുജൂദ് കഴിഞ്ഞാൽ പിന്നെന്തില്ല? തക്ബീർ ഇല്ല. സുജൂദ് എണീക്കുമ്പോൾ പിന്നെന്തില്ല? തക്ബീർ ഇല്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിസ്കാരത്തിലാകുമ്പോൾ സുജൂദിൽ പോകുമ്പോൾ എണീക്കുമ്പോൾ തക്ബീർ ചൊല്ലുക. നിസ്കാരത്തിലല്ലാത്തപ്പോഴോ സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ഹുക്ം? എന്താണ് തിലാവത്തിന്റെ സുജൂദിന്റെ ഹുക്ം? എന്താണ്? ഹുക്ം വാജിബല്ല, മുസ്തഹബാണ്, നിർബന്ധമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതാണ്. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഖറഅ യൗമൽ ജുമുഅത്തി അലൽ മിംബരി ബിസൂറത്തി നഹൽ. ഉമർ ഒരിക്കൽ മിമ്പറിന്റെ മുകളിൽ നിന്ന് ഖുതുബയിൽ അവിടുന്ന് സൂറത്തു നഹൽ ഓതി. അങ്ങനെ ഹത്താ ഇദാ ജാഅ അസ്സജ്ദ, സുജൂദിന്റെ ആയത്തെത്തിയപ്പോൾ നസൽ ഉണ്ടായി, മിമ്പറിൽ താഴേക്കിറങ്ങി, മിമ്പറിൽ നിന്ന് താഴേക്കിറങ്ങി. എന്നിട്ട് ഫസജദ്, സുജൂദ് ചെയ്തു. ഫസജദ അന്നാസ്, ജനങ്ങളും സുജൂദ് ചെയ്തു. ഹത്താ ഇദാ കാനത്തിൽ ജുമുഅത്തുൽ ഖാബില, അങ്ങനെ അടുത്ത ആഴ്ച ആയപ്പോൾ, അടുത്ത ജുമുഅ ആയപ്പോൾ ഖറഅ ബിഹാ, ആ സൂറത്ത് അവിടുന്ന് ഓതി. ഹത്താ ഇദാ ജാഅ അസ്സജ്ദ, അങ്ങനെ സുജൂദിന്റെ ആയത്തെത്തിയപ്പോൾ ഖാൽ, അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, നമുറു ബിസ്സുജൂദ്, നമ്മൾ ഈ സുജൂദിന്റെ ആയത്ത് ഇങ്ങനെ കടന്നു പോവുകയാണ്, സുജൂദ് ചെയ്യുന്നില്ല. ഫമൻ സജദ ഫഖദ് അസാബ്, ആരെങ്കിലും സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്തത് ശരിയാണ്. വമൻ ലം യസ്ജുദ് ഫലാ ഇസ്മ അലൈഹി, ആരെങ്കിലും സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ എന്തില്ല? കുറ്റമില്ല.
വലം യസ്ജുദ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ എന്ത് ചെയ്തില്ല? സുജൂദ് ചെയ്തില്ല. ഇത് സഹാബത്ത് ആ മജ്ലിസിൽ ഒരുപാട് പേരുണ്ട് എന്നത് ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പൊ സഹാബത്തിന്റെ യോജിപ്പ് ഇതിൽ നമുക്ക് കാണാം. വാജിബല്ല എന്ന കാര്യത്തിൽ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ യോജിച്ചിട്ടുണ്ട്. അത് വാജിബല്ല, മറിച്ച് മുസ്തഹബായ കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഒരാളിപ്പോ സുജൂദിന്റെ ആയത്ത് ഉള്ള സൂറത്ത് ഹിഫ്ളാക്കുന്നു. ഹിഫ്ളാക്കുമ്പോൾ എന്ത് ചെയ്യും? ആവർത്തിച്ച് ഓതേണ്ടി വരും. ആവർത്തിച്ച് ഓതിയിട്ടാണ് ആളുകൾ പൊതുവെ ഹിഫ്ളാക്കാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ ആദ്യത്തെ തവണ സുജൂദ് ചെയ്താൽ മതിയാവും. വീണ്ടും സുജൂദ് ചെയ്യേണ്ടതില്ല. സുജൂദ് വാജിബല്ല, സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റമില്ല. പക്ഷെ ഇങ്ങനെ ആയിരിക്കുമ്പോൾ വീണ്ടും സുജൂദ് ചെയ്യേണ്ടതില്ല, മറിച്ച് തുടക്കത്തിൽ മാത്രം സുജൂദ് ചെയ്താൽ മതി. അതുപോലെ ഇതിന് തഹാറത്ത് നിർബന്ധമുണ്ടോ? ഇല്ലേ? തഹാറ വുദു നിർബന്ധമുണ്ടോ? ഇല്ലേ? അതിലേറ്റവും സഹീഹായ ഖൗൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇഖ്തിയാറാണ് അതിൽ കൂടുതൽ ശരിയായിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു തഹാറത്ത് നിർബന്ധമല്ല. തഹാറത്ത് നിർബന്ധമല്ല. നിസ്കാരത്തിൽ തഹാറത്ത് നിസ്കാരത്തിന്റെ ഷർത്താണല്ലോ. നിസ്കാരത്തിന്റെ കാര്യമല്ല, പുറത്തുള്ള കാര്യമാണ്. എന്നാൽ പുറത്ത് നമുക്കറിയാം മുസ്ഹഫിൽ നിന്ന് ഓതുമ്പോൾ നമ്മൾ എന്തിനു വധു എടുക്കണം? മുസ്ഹഫ് തൊടാനുള്ള വധു അത് വേണം എന്നതാണ് അതിൽ കൂടുതൽ ശരിയായ ഖൗൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. കാണാതെ ഓതുന്നത് പോലെയല്ല മുസ്ഹഫ്, അത് വധുവോടെ തൊടുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വന്നിട്ടുണ്ട്, അല്ലാ യമസ്സൽ ഖുർആൻ ഇല്ലാ താഹിർ. താഹിർ അല്ലാതെ ഖുർആൻ തൊടരുത്. അവിടെ എന്താണ് താഹിർ? ചില ഉലമാക്കൾ അതല്ലാത്ത വിശദീകരണങ്ങൾ അതിന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ശരിയായിട്ടുള്ളത് ഇതാണ്, വല്ലാഹു അഅലം. അതുപോലെ പരിശുദ്ധ ഖുർആൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ഇന്നഹു ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ഈ ഖുർആൻ ഒരു മക്നൂനായ സൂക്ഷിക്കപ്പെട്ട കിതാബിലുള്ളതാണ്. അതേതാണ് ലൗഹുൽ മഹ്ഫൂദാണ്. ലാ യമസ്സുഹു, അത് സ്പർശിക്കുകയില്ല, ഇല്ലൽ മുതഹ്ഹറൂൻ, ശുദ്ധിയാക്കപ്പെട്ട ആളുകളല്ലാതെ. ആ ആയത്ത് കൊണ്ട് മുസ്ഹഫ് തൊടാൻ വുദു വേണം എന്ന് തെളിവ് പിടിച്ച ഉലമാക്കളുണ്ട്. അത് ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ചാണെങ്കിലും അത് മലായികത്തിനെ കുറിച്ചാണെങ്കിലും എന്താണ് കാരണം? അത് ഒന്ന് ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ലൗഹുൽ മഹ്ഫൂദിൽ അതിന്റെ ഭാഗമാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ഇത് പറയുന്നത്. രണ്ട്, മലായികത്തിനെ കുറിച്ച് അള്ളാഹു മലായിക എന്ന് ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അൽ മലായിക അള്ളാഹു പ്രയോഗിക്കാത്ത വാക്കല്ലത്. പക്ഷേ അവിടെ ലൗഹുൽ മഹ്ഫൂദ് സ്പർശിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ മലായിക എന്ന് പറയാതെ അവരുടെ ഏത് സിഫത്ത് എടുത്തു പറഞ്ഞു? അവരുടെ തഹാറ, ശുദ്ധി എന്ന സിഫത്ത് എടുത്തു പറഞ്ഞു. ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്കതിൽ കൂടുതൽ ശരിയായി മനസ്സിലാക്കുന്നത് വുദു എടുക്കുക, മുസ്ഹഫ് തൊടുമ്പോൾ വുദു എടുക്കുക. അല്ല, ഏത് സമയത്തും വുദുവിലായിരിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. വുദു മുറിയുമ്പോൾ വുദു എടുക്കുക എന്നത് ഖൈറായ കാര്യം, വളരെ ഖൈറായ കാര്യമാണ്. ശൈത്താന്റെ നാർ അത് കെടുത്തിക്കളയും എന്നാണ്. ശൈത്താൻ നാറിൽ നിന്നാണ് പടക്കപ്പെട്ടിട്ടുള്ളത്. അവന്റെ നാറിനെ കെടുത്തിക്കളയുന്നതാണ് വുദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? വുദു എടുക്കുന്നതിന് പാപങ്ങൾ ഇങ്ങനെ ആ വുദുവിന്റെ കൂടെ പോകുമെന്നാണ്. എത്രത്തോളം അവന്റെ വിരലിൽ നിന്ന് പോലും പാപങ്ങൾ ഉറ്റിട്ട് വീഴും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ഇഹ്തിസാബോടെ കൽബിൽ ആ നിയ്യത്ത് വിചാരിച്ചിട്ട് വുദു എടുക്കണം. ഇങ്ങനെ ശീലത്തിന് വുദു എടുത്താൽ പോരാ. കൽബ് അവിടെ ഹുദൂറാക്കിക്കൊണ്ട്, കൽബ് ഹാദറാക്കിക്കൊണ്ട് വുദു ചെയ്യണം. എല്ലാ ഇബാദത്തുകളും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഗഫ്ലത്തിന്റെ ആളുകളാണ് മനുഷ്യർ, പൊതുവെ അശ്രദ്ധയുടെ ആളുകളാണ്. ശൈത്താനാകട്ടെ നമ്മളേത് സമയത്തും മറപ്പിക്കാൻ, ഖൈർ മറപ്പിക്കാൻ, ഷർറ് എത്ര മറന്നു അതിൽ ഓർമ്മിപ്പിച്ചു തരാൻ ശൈത്താൻ കൂടെ തന്നെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ തകും മിനൽ ഗാഫിലീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്, അദ്കുർ റബ്ബക ഫീ നഫ്സിക തദർറുഅൻ വഖീഫതൻ വദൂനൽ ജഹ്രി മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ ആസാൽ വലാ തകും മിനൽ ഗാഫിലീൻ. എന്നിട്ട് റബ്ബിനെ ദിക്ർ ചെയ്യുക പതുക്കെ, തദർറുഅൻ വഖീഫതൻ, ഭയത്തോടെ, അല്ലാഹുവിനെ വിനയത്തോടെ ഭയപ്പെട്ടുകൊണ്ട്, ദൂനൽ ജഹ്രി മിനൽ ഖൗൽ, ഒച്ചെടുക്കാതെ, ബിൽ ഗുദുവി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും, വലാ തകും മിനൽ ഗാഫിലീൻ,
അശ്രദ്ധരുടെ കൂട്ടത്തിൽ നീ പെട്ടുപോയത്. ദിക്റിന്റെ നേരെ വിപരീതമാണ് ഗഫ്ല. ദിക്റിന്റെ നേരെ വിപരീതമാണ് ഗഫ്ല. ഗഫ്ലത്ത് ഉണ്ടായാലാണ് ശൈത്താൻ കയറി പിടിക്കുക. വൈദാ ഗഫല വസ്വസ് വൈദാ ദക്കറ അല്ലാഹ ഖനസ് വൈദാ ഗഫല വസ്വസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അശ്ശൈത്താനു ജാസിമുൻ ഫീ ഖൽബി ഇബ്നു ആദം. ആദമിന്റെ പുത്രന്റെ മനുഷ്യന്റെ കൽബിലുണ്ട് ശൈത്താൻ. അവൻ അല്ലാഹുവിനെ ദിക്ർ ചെയ്താൽ ഖനസ്, അവന്റെ ഖന്നാസ് എന്ന് പറഞ്ഞില്ലേ, പിന്മാറിക്കളയുക എന്ന സ്വഭാവം അവൻ പിന്മാറിക്കളയും. വൈദാ ഗഫല വസ്വസ്, ഗഫ്ലത്തിലായ അശ്രദ്ധയിലായാൽ വസ്വാസം. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയാറുള്ളത്, അള്ളാഹുവിന്റെ ദിക്റും അവനോടുള്ള മഅസിയത്ത് ഒരിക്കലും ഒരുമിച്ച് സംഭവിക്കില്ല. അള്ളാഹുവിന്റെ ദിക്ർ അവന് ധിക്കാരം പ്രവർത്തിക്കാം, മഅസിയത്ത് രണ്ടും ഒരിക്കലും ഒരുമിച്ചുണ്ടാവില്ല. മറിച്ച് നീ യഥാർത്ഥത്തിൽ അള്ളാഹിന്റെ ദിക്റിൽ നിന്ന് നീ വിട്ടിട്ടുണ്ട്, അള്ളാഹിനെ ഓർക്കുക എന്നതിന്റെ അടുത്തുനിന്ന് പോയിട്ടുണ്ട്. അതാണ് നീ നിന്റെ മഅസിയത്തിനുള്ള കാരണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹിനെ ദിക്ർ ചെയ്ത് എങ്ങനെ ഒരുവൻ അള്ളാഹിനെ ധിക്കരിക്കാൻ സാധിക്കും? ചില മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള പോലെ ചില അറിയപ്പെട്ട ചില സുൽഹ് കൊണ്ട് അറിയപ്പെട്ട ചില ആളുകൾ, അവരോട് ഒരാൾ വന്ന് ഉപദേശിച്ചു എന്നാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൽ നിന്ന് ഈ സംഭവം റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം സലഫുകളിൽപ്പെട്ട വളരെ മുൻഗാമികൾപ്പെട്ട ആളല്ല, പിൽക്കാലക്കാരനായ ഒരാളാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം. സൂഫികൾ ഒരുപാട് കഥകളൊക്കെ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്, പല കഥകൾ. സിയറു അലാമിൻ നുബല എന്ന കിതാബിൽ ഇമാം അദ്ദഹബി അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്തു കൊടുത്തിട്ടുണ്ട്. സുൽഹ് കൊണ്ട് സുഹദ് കൊണ്ടൊക്കെ ഒരുപാട് അറിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തോട് ഒരാൾ വന്ന് ചോദിച്ചു എന്നാണ്, അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അള്ളാഹിനെ അനുസരിക്കാൻ, അള്ളാഹിനുള്ള മാസിയത്ത് പ്രവർത്തിക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, അള്ളാഹിനെ ധിക്കരിക്കണമെങ്കിൽ നീ അള്ളാഹിന്റെ ഭൂമിയിൽ താമസിക്കരുത്, വേറെ എവിടെയെങ്കിലും പോയിട്ട് അള്ളാഹിനെ നീ ധിക്കരിക്കണം. അയാൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ ഭൂമി ഇല്ലാതെ ഞാനിവിടെ പോകാനാണ്? എവിടെ നമുക്ക് പോകാൻ പറ്റൂ? യാ മഅശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരി السماوات والارض فانفذوا لا تنفذون الا بسلطان. ജിന്നുകളെ, മനുഷ്യരെ, അള്ളാഹിന്റെ ആകാശവും ഭൂമിയും കടന്നിട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പോ. പറ്റില്ല. لا تنفذون الا بسلطان يرسل عليكما شواظ من نار ونحاس فلا تنتصران. നിങ്ങൾക്ക് നേരെ തീപ്പന്തങ്ങൾ അയക്കപ്പെടും, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ആയത്തിന് തൊട്ടുമുമ്പുള്ള ആയത്ത് എന്താണ്? ഈ ആയത്തുകളുടെ മുന്നിലുള്ള ആയത്ത് എന്താണ്? ഖിയാമത്ത് നാളിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, يسأله من في السماوات والأرض كل يوم هو في شأن فبأي آلاء ربكما تكذبان. يسأله من في السماوات والأرض كل يوم هو في شأن فبأي آلاء ربكما تكذبان سنفرغ لكم أيها الثقلان. എല്ലാ ദിവസവും അള്ളാഹുവിനോട് ആകാശഭൂമികളിലുള്ളവരെല്ലാം ദുആ ചെയ്യുന്നു. അവൻ എല്ലാ ദിവസവും അവന്റെ ശഅനിലാണ്, അവന്റെ കാര്യത്തിലാണ്. സനഫ്റുഗു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞിരിക്കും. അയ്യുഹ സഖലാൻ, ഓ രണ്ട് ഭാരിച്ച സമൂഹമേ, ജിന്നുകളെയും മനുഷ്യരെയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹിസാബിന് വരുന്നതാണ്. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ. എന്നിട്ടാണ് അള്ളാഹു പറയുന്നത്, രക്ഷപ്പെട്ടെവിടെയെങ്കിലും ഓടാൻ പറ്റുമെങ്കിൽ പോയിക്കോ. സാധിക്കില്ല. അള്ളാഹിന്റെ ഹിസാബെന്ന്, അള്ളാഹിന്റെ ആദാബെന്ന് എവിടെ പോകാനാണ് നമ്മൾ? കഴിയില്ല. അപ്പൊ അള്ളാഹിന്റെ ഭൂമിയിൽ നീ എവിടെയെങ്കിലും പോ. അയാൾ പറഞ്ഞു, എങ്ങനെ സാധിക്കാനാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതെങ്ങനെ ശരിയാനാണ്? അള്ളാഹിന്റെ ഭൂമിയിൽ താമസിച്ചിട്ട് നീ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നതാണ്, അള്ളാഹിന്റെ ഭൂമിയാണ്. എന്നിട്ട് നീ അള്ളാഹ്ക്ക് മഅസിയത്ത് ചെയ്യുക. അള്ളാഹ്ക്ക് മഅസിയത്ത് നീ ചെയ്യുക. ഇപ്പൊ നമ്മളെ കുടുംബക്കാർക്ക് ഒരു വീടായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ പറയും പൊതുവെ ആളുകൾ? ഞാൻ എടുത്തുന്ന വീടാത്, ഇവിടുന്ന് എന്നെ അനുസരിക്കാതിരിക്കാണ് എന്ന് പറയുന്നവരാണ് മനുഷ്യർ. അത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല. ചെയ്തെടുത്ത ഉപകാരം അത് എടുത്തു പറയരുത്. സുബ്ഹാനല്ലാഹ് മാലിക്കുൽ മുൽക്കായ റബ്ബു സമാവാതി വൽ അർദ്, അവനോട് ഒരു മനുഷ്യനും ഒരിക്കലും സാദൃശ്യപ്പെടുത്താവതല്ല, ഒരു പടപ്പിനെയും സാദൃശ്യപ്പെടുത്താവതല്ല. അവന്റെ ഭൂമിയിൽ താമസിച്ച് എങ്ങനെ അവനെ ധിക്കരിക്കാനാണ്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി നിനക്ക് അള്ളാഹിനെ ധിക്കരിക്കണം എന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, അള്ളാഹ് തന്ന റിസ്ക് നീ തിന്നാൻ പാടില്ല. അയാൾ പറഞ്ഞു, എനിക്ക് അങ്ങനെ സാധിക്കാനാണ്? ഞാൻ എന്ത് തിന്നാലും എന്തുടുത്താലും എന്ത് കുടിച്ചാലും ഇത് ആര് തന്ന റിസ്ക്കാണ്? അള്ളാഹു തന്ന റിസ്ക്കാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇതെങ്ങനെ ശരിയാവും? അള്ളാഹിന്റെ ഭൂമിയിൽ നീ താമസിച്ച്
അള്ളാഹു തന്ന അന്നം തിന്ന് അള്ളാഹു തന്ന വെള്ളം കുടിച്ച് നീ അള്ളാഹ്ക്ക് മാസിയത്ത് ചെയ്യാൻ, അവൻ നിന്നോട് കൽപ്പിച്ചത് നീ അനുസരിക്കാതിരിക്കാൻ, അവൻ ഹറാമാക്കിയത് നീ ചെയ്യാനും. അങ്ങനെ ചില ചോദ്യങ്ങളും മറുപടികളും മുഴുവൻ എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അതിലൊന്നാണ്, നിന്നെ ഒരു കാര്യം ചെയ്ത് നിന്നെ മലക്കുൽ മൗത്ത് പിടിക്കാൻ വന്നാൽ നീ പറയുക ഇപ്പം പിടിക്കരുത് എന്ന് പറയാം. എനിക്ക് സാധിക്കുമോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് നീ അള്ളാഹിനെ ധിക്കരിക്കുക എന്ന് പറഞ്ഞതുപോലെ തഹാറ അത് ഷർത്തല്ല, എന്നാൽ തഹാറത്തിലായിരിക്കുക എന്നത് നല്ലതാണ്. തഹാറത്തിലായിരിക്കുക എന്നത് നല്ലതിനാണ്. ഏത് സമയത്തും വുദൂഇലായിരിക്കുക എന്നത് വളരെ ഖൈറാണ്. ഏത് സമയത്തും വുദൂഇലായിരിക്കുക എന്നത് ഖൈറാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ തഹാറത്ത് ഷർത്തല്ലാത്തത് കൊണ്ട് തന്നെ ഹായിദ് വന്നുഫസ, ഹൈദുള്ള സ്ത്രീകൾ, നിഫാസുള്ള സ്ത്രീകൾ, അവർക്ക് ഖുർആൻ ലഹ്റുൽ ഖൽബ്, അവരുടെ മനഃപ്പാഠമുള്ള ഖുർആൻ ഓതുന്നത് അവർക്ക് അനുവദനീയമാണ്. മുസ്ഹഫ് തുടരുത്, പക്ഷെ ഖുർആൻ ഓതാവുന്നതാണ്. ഹിഫ്ളൊക്കെ മറന്നുവല്ലോ. അങ്ങനെ സുജൂദിന്റെ ആയത്ത് വന്നാൽ അവർക്ക് സുജൂദ് ചെയ്യാം, കുഴപ്പമില്ല. ജനാബത്തുകാരനെ പോലെ എല്ലാവരുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജനാബത്തുകാരൻ അവൻ ഹിഫ്ളിൽ നിന്നാണെങ്കിലും ഖുർആൻ ഓതാതിരിക്കുക. എന്തുകൊണ്ടാ? വേഗം കുളിക്കുക. കാരണം അവന്റെ തഹാറത്ത് അവന്റെ കയ്യിലാണ്. അവന് കുളിച്ചു കഴിഞ്ഞാൽ അവൻ താഹിറായി. ഹൈദുള്ള സ്ത്രീകൾ അങ്ങനല്ല, അവരുടെ കയ്യിലല്ല. നിഫാസുള്ള സ്ത്രീകൾ അങ്ങനല്ല, അവരുടെ കയ്യിലല്ല. അതുകൊണ്ട് ജനാബത്തുകാരൻ വേഗം അവൻ ശുദ്ധിയാവുകയാണ് വേണ്ടത്. വേഗം ശുദ്ധിയാവാനാണ് ശ്രമിക്കേണ്ടത്. വേഗം ശുദ്ധിയാകണം. അതുപോലെ നമ്മൾ പറഞ്ഞു, നിസ്കാരത്തിൽ ഉണ്ട് ഈ സുജൂദ്, നിസ്കാരത്തിൽ അല്ലാതെയും ഉണ്ട് സുജൂദ്. നിസ്കാരത്തിൽ നമ്മൾ ഓതിയാലും ഉണ്ട്, അതല്ല ഇമാം ഓതിയാലും ഇമാം ചെയ്താൽ നമ്മൾ ചെയ്യണം. ഫൈദാ റകഅ ഫർകഉ വഇദാ സജദ ഫസ്ജുദു. ഇമാം റുക്കൂ ചെയ്താൽ റുക്കൂ ചെയ്യുക, ഇമാം സുജൂദ് ചെയ്താൽ നിങ്ങൾ സുജൂദ് ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ നിസ്കാരത്തിന് പുറത്ത് ഒരാൾ ഖുർആൻ ഓതുകയാണ്. നിസ്കാരത്തിന് പുറത്ത് ഒരാൾ ഖുർആൻ ഓതുന്നു. അയാൾ തിലാവത്തിന്റെ സുജൂദുള്ള ആയത്ത് ഓതുന്നു. ആ സമയത്ത് നമ്മൾ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ, ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് വളരെ ഖൈറായ കാര്യമാണ്. ഒരാൾ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നത്, കേൾക്കലും ശ്രദ്ധിച്ച് കേൾക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരാൾ ഓതുന്നത് കേൾക്കുന്നു. മസ്ജിദുകളിലൊക്കെ ചിലപ്പോൾ അങ്ങനെ കേൾക്കും. ഒരാൾ സുജൂദിന്റെ ആയത്ത് ഓതുന്നത് നമ്മൾ കേൾക്കും. അതല്ല, മറിച്ച് നമ്മൾ കേൾക്കാനിരുന്നു ഒരാളുടെ ഖിറാഅ, എന്നിട്ട് ആ ആൾ തിലാവത്തിന്റെ സുജൂദ് ഓതി, തിലാവത്തിന്റെ സുജൂദുള്ള ആയത്ത് ഓതി. അപ്പൊ നമ്മൾ സുജൂദ് ചെയ്യണമെങ്കിൽ ആ ആൾ സുജൂദ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യണ്ടുള്ളൂ? സുജൂദ് ചെയ്യണ്ടുള്ളൂ. കാരണം നിസ്കാരത്തിലെ ഇമാമിനെ പോലെയാണ് ഈ സമയത്ത് ഇയാൾ. അത് സഹാബത്തിൽ നിന്ന് റിവായത്ത് വന്നിട്ടുള്ളതാണ്. താബിഈകളിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ ഖുർആൻ ഓതാൻ, അങ്ങനെ ഖുർആൻ ഓതുമ്പോ ഇദ്ദേഹം പറഞ്ഞു, സഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, റിവായത്തുകളിൽ അബ്ദുള്ള എന്നുള്ളത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇബ്നു മസ്ഊദാണ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദാണ്, വല്ലാഹു അലം. അപ്പൊ ഓതുമ്പോ അദ്ദേഹം പറഞ്ഞു, സജദയുടെ ആയത്തെത്തിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അൻത ഇമാമുന, താങ്കളാണ് നമ്മുടെ ഇമാം എന്ന് പറഞ്ഞു. ഇമാം ഇബ്നു ബത്താൽ റഹിമഹുല്ലാ, ഇബ്നു ബത്താൽ സഹീഹ് ബുഖാരിക്ക് ശർഹ് എഴുതിയിട്ടുള്ള വലിയ ആലിമാണ് ഇബ്നു ബത്താൽ. അദ്ദേഹം പറഞ്ഞു, അജ്മഉ അലാ അന്നൽ ഖാരിഅ ഇദാ സജദ ലസിമൽ മുസ്തമിഅ അൻ യസ്ജുദ്. ഖുർആൻ ഓതുന്ന ആൾ സുജൂദ് ചെയ്താൽ കേൾക്കാനിരുന്ന ആൾ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. നിസ്കാരത്തിലുള്ളതുപോലെ. മനസ്സിലായോ? ഈ മുസ്തമിഅൻ സാമിഅ അല്ല. മുസ്തമിഉം സാമിഉം തമ്മിൽ വ്യത്യാസമുണ്ട്. സാമിഉം മുസ്തമിഉം തമ്മിൽ വ്യത്യാസമുണ്ട്. സാമിഅ എന്നാൽ കേൾക്കുക എന്നാണ്. സമിഅ കേട്ടു. ഇസ്തമഅ എന്നാൽ ശ്രദ്ധിച്ചു കേട്ടു എന്നാണ്. നമ്മൾ പല ശബ്ദങ്ങളും കേൾക്കും, അതൊക്കെ കേൾക്കലാണ്. എന്നാൽ നമ്മൾ കേൾക്കാനിരിക്കുന്നതാണ് ഇസ്തിമാഅ എന്ന് പറയുന്നത്. ഫഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക,
മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരാൾ മസ്ജിദിൽ നിന്ന് ഖുർആൻ ഓതുന്നു, നമ്മൾ ശുഗലായിട്ട് പോവുകയാണ്. ആ സമയത്ത് അത് വെറും ഇസ്തിമാ അല്ല, അത് സമാഅ മാത്രമാണ്. സമാഅ മാത്രമാണ്, ഇസ്തിമാ അല്ല. അപ്പോൾ ആൾ സുജൂദ് ചെയ്താൽ നമ്മൾ സുജൂദ് ചെയ്യേണ്ടതില്ല. ഇനി ആ ആൾ സുജൂദ് ചെയ്തില്ലെങ്കിലോ, നമ്മൾ മുസ്തമിയങ്ങളാണെങ്കിലും ശരി, ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിലും ശരി, നമ്മൾ സുജൂദ് ചെയ്യേണ്ടതില്ല. ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തൊരു ഹദീസ് ഇങ്ങനെയാണ്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് അൽ-അൻസാരി, ഇദ്ദേഹം കുത്താബുൽ വഹയിൽപ്പെട്ട സഹാബിയാണ്. റസൂലുള്ളാഹിന്റെ വഹി എഴുതി വെച്ചിരുന്ന സഹാബിമാരിൽ ഒരാളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ക്രോഡീകരിക്കാൻ ഏൽപ്പിച്ചത് ഈ സഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു പർവ്വതം എടുത്ത് അത് അങ്ങോട്ടേക്ക് മാറ്റിവെക്കാനാണ് അബൂബക്കർ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇതിനേക്കാളും എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും വലിയ ഉത്തരവാദിത്തമാണത്. ഖുർആൻ ഒരൊറ്റ ഇരുചട്ടകൾക്കുള്ളിൽ ക്രോഡീകരിക്കുക എന്നത്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണത് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് പറയുന്നു, ഒരിക്കൽ ഖറഅതു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൻ നജ്ം, ഞാനൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുക്കാം എന്ത്, സൂറത്തുൻ നജ്ം. അങ്ങനെ ഫലം യസ്ജുദ് ഫീഹാ, സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്ത് കേട്ടിട്ട് എന്ത് ചെയ്തില്ല, സുജൂദ് ചെയ്തില്ല. ഉലമാക്കൾ പറഞ്ഞു, എന്തുകൊണ്ടാ റസൂലുള്ളാഹി സുജൂദ് ചെയ്യാനത്? എന്തുകൊണ്ടാ? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ചെയ്തില്ല, അതുകൊണ്ടാണ്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ അത് കേൾക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ, ആ ഓതുന്ന ആൾ ചെയ്താൽ. ഒരിക്കൽ ഉസ്മാൻ ബിൻ അഫ്സാൻ റളിയല്ലാഹു അൻഹു മസ്ജിദിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ജനങ്ങൾ ഉപദേശിക്കുന്ന ഒരാൾ അതിങ്ങനെ ഖുർആൻ ഓതുന്നു. എന്നിട്ട് ഈ ആയത്ത്, സുജൂദിന്റെ ആയത്തെത്തിയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്തില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നമ സുജൂദ് അലാ മൻ ഇസ്തമ, ശ്രദ്ധിച്ച് കേട്ട ആൾക്കാണ് എന്ത് സുജൂദ്, അത് കേൾക്കാൻ വേണ്ടിയിരുന്ന ആൾക്കാണ് സുജൂദ്. സുമ്മ മദാ വലം യസ്ജുദ്, എന്നിട്ട് അത് പറഞ്ഞ് അദ്ദേഹം പോയി, അവിടുന്ന് സുജൂദ് ചെയ്തില്ല. ഇമാം അബ്ദുർ റസാഖ് അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഈ കാര്യം റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനി മറ്റൊന്ന്, ഈ സുജൂദിൽ എന്താണ് ചൊല്ലേണ്ടത്? അതിൽ പ്രത്യേകമായ ചില ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി എന്ന ദിക്ർ. ചില റിവായത്തുകൾ ഇതിന്റെ കൂടെ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുകൂടി വന്നിട്ടുണ്ട്. സജദ വജ്ഹി, എന്റെ വജ്ഹ്, എന്റെ മുഖം സുജൂദ് ചെയ്തിരിക്കുന്നു. ലില്ലദീ ഖലഖഹു, ആരാണ് ആ മുഖത്തെ പടച്ചത്, അവന് വേണ്ടി, അവന്റെ മുന്നിൽ. വസവ്വറഹു, അതിന് സൂറത്ത് നൽകിയ, രൂപം നൽകിയ. വശഖ്ഖ സമഅഹു വബസറഹു, എന്നിട്ട് അതിൽ സമഉം ബസറും, കാതും കണ്ണും കീറിയവൻ, കണ്ണും കാതും നമുക്ക് എന്റെ മുഖത്ത് തന്നവനാണ് ആരോ, അവന് സുജൂദ് ചെയ്തിരിക്കും. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും നല്ല ഖാലിഖായ അല്ലാഹു അവനാണ് എല്ലാ ബറക്കത്തും, അവന്റെ ബറക്കത്തുകൾ, അവനാണ് എല്ലാ ബറക്കത്തിന്റെയും ഉടമസ്ഥനായിട്ടുള്ളത്. ഈ ദുആ, ഈ ദിക്ർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിട്ടുണ്ട്. അതുപോലെ വേറെയും ദിക്റുകൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ അക്തുബ് ലീ ബിഹാ ഇൻദക അജ്റാ വജ്അൽഹാ ലീ ഇൻദക ദുഖ്റാ വദഅ അന്നി ബിഹാ വിസ്റാ വഖ്ബൽഹാ മിന്നി കമാ ഖബൽതഹാ മിൻ അബ്ദിക ദാവൂദ്. ഇങ്ങനൊരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ആ ദുആ പ്രത്യേകിച്ച് റസൂലുള്ളാഹി ദുആ ചെയ്തത് സൂറത്ത് സാദിലെ തിലാവത്തിന്റെ സുജൂദിനാണ്. സൂറത്ത് സാദിലെ തിലാവത്തിന്റെ സുജൂദ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് ആ സമയത്ത് അള്ളാഹു പറയുന്നത്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് അവിടുന്ന് മെഹ്റാബിലേക്ക് ചെന്നപ്പം മതിൽ ചാടിയിട്ട് ചില ആളുകൾ വന്നു. അദ്ദേഹം പേടിച്ചുപോയി, പെട്ടെന്ന് ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരു പരാതി പറയാൻ വന്നതാ, ഞങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് പറയണം. കാലത്താണ് ഞങ്ങൾക്ക് ഇടയിൽ നിങ്ങൾ തീർപ്പ് പറയണം. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രശ്നം? അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇന്ന ഹാദാ അഖീ, ഇതെന്റെ സഹോദരനാണ്. ലഹു 99 നഅജ, അവന് 99 ആടുകളുണ്ട്. വലിയ നഅജത്തും വാഹിദ, എനിക്ക് ഒറ്റൊരാട്. എന്നിട്ട്
ഫഖാല അക്ഫിൽനിഹാ, അയാൾ എന്നോട് പറഞ്ഞു ഇതും കൂടി എനിക്ക് വേണം. ഫഅസ്സനി ഫിൽ ഖിതാബ്, എന്നെ സംസാരത്തിൽ തോൽപ്പിക്കുകയും ചെയ്തു. ഇത് ഞങ്ങൾക്ക് ഇതിലൊരു തീർപ്പാണ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ലഖദ് ളലമക ബിസുആലി നഅജതിക ഇലാ നിആജി, അവനുള്ള നിആജിന്റെ കൂടെ നിന്റെ നാജത്തിന്റെ ആടിനെയും കൂടി ചോദിച്ചതോടെ നിന്നോട് ദുൽമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഹുക്കം പറഞ്ഞപ്പോൾ മനസ്സിലായി. വദന്ന ദാവൂദ് അന്നമാ ഫതന്നാഹു ഫസ്തഗ്ഫറ റബ്ബഹു വഖറ റാകിഅ വഅനാബ്. ഇതുപോലൊരു അബദ്ധം അല്ലാഹു സുബ്ഹാനഹു വതആല ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിരുത്താനാണ് അയച്ചത്. അത് വന്നത് മലക്കുകളായിരുന്നു. കാരണം ഇതുപോലെ ഇതിന് സമാനമായ ഒരു അബദ്ധം അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മപ്പെടുത്താനാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്തിഗ്ഫാർ നടത്തി സുജൂദിൽ വന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്തത്. അല്ലാഹുവേ, ഇത് അല്ലാഹുമ്മ അക്തുബ് ലീ ബിഹാ ഇൻദക അജ്റ, ഇത് നീ നിന്റെ അരികിൽ എനിക്ക് പ്രതിഫലം രേഖപ്പെടുത്തണം ഈ സുജൂദ് കൊണ്ട്. ഇത് നീ എനിക്ക് ദുഖറായി, അവിടെ എനിക്ക് പരലോകത്ത് ഉപകാരപ്പെടുന്നതായി അവിടെ വെക്കണമേ. ഇതുകൊണ്ട് നീ എന്റെ പാപം പൊറുക്കണമേ ഈ സുജൂദ് കൊണ്ട്. വഖ്ബൽഹാ മിന്നി, ഇത് എന്നിൽ നിന്ന് നീ സ്വീകരിക്കണമേ. കമാ ഖബൽതഹാ മിൻ അബ്ദിക ദാവൂദ്, ദാവൂദിൽ നിന്ന് നീ നിന്റെ അബ്ദായ ദാവൂദിൽ നിന്ന് സ്വീകരിച്ചതുപോലെ. ഈ സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് സഅദിലെ ആയത്തുൽ സുജൂദ് ഇപ്പോൾ ഇത് ഓതിയിട്ടുണ്ട്. ബാക്കിയുള്ള സൂറത്തുകൾ ഓതുമ്പോഴും നമുക്കിത് ചൊല്ലാവുന്നതാണ്, കുഴപ്പമില്ല. ഇതാണ് ഒരു സഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം എന്താണ് സുജൂദ് ചെയ്തപ്പോൾ അദ്ദേഹം സ്വപ്നം കണ്ടുവെന്നാണ്. അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കെ ഈ സുജൂദ് ചെയ്തു, തിലാവത്തിന്റെ സുജൂദ് ചെയ്തു. അപ്പൊ അവിടെ അടുത്തുണ്ടായിരുന്ന പേനയും മഷിയും എല്ലാം എന്ത് ചെയ്തു? സുജൂദ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഈ ദുആ ചെയ്തു. ഈ ദുആ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ഇത് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹക്കാണ് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ റിവായത്ത് ഈ സൂറത്ത് സഅദിന്റെ ഈ ആയത്തിന്റെ തഫ്സീറിൽ സഹീഹായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. هذا والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.